അപ്പോൾ നമുക്ക് മക്കളുടെ ഇന്നത്തെ ലഞ്ച് നോക്കാം കേട്ടോ. അപ്പോൾ ലഞ്ച് എന്ന് പറയുമ്പോൾ എന്താ പുറത്തുനിന്ന് വിചാരിക്കേണ്ട, അവർക്ക് 2 ദിവസമായി പറയുന്നത് പൊതിച്ചോറ് വേണം കേട്ടോ. ചെറിയ മോൾക്കാണ് അധികം നിർബന്ധം പൊതിച്ചോറ്, ഇലയിൽ ചോറ് കെട്ടി കൊടുക്കാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ പുറത്തിറങ്ങിയിട്ട് ഇല വെട്ടാനൊക്കെ നല്ല മടി കേട്ടോ. ഒരുവിധം 2 ഇല സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്ത്, അത് കുറച്ച് സമയം പിടിക്കില്ല ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ വാട്ടിയെടുത്ത് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ചൂടുള്ള ചോറ് ആക്കി കൊടുത്തു. പിന്നെ കറിയായിട്ടുണ്ടായിരുന്ന കറികൾ അധികമൊന്നും ഇല്ല കേട്ടോ. പൊതിച്ചോറിന് കെട്ടാൻ മാത്രം കുറേ കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഉള്ളിമുളകൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയും അതുപോലെ മാങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അന്ന് ഉപ്പിലിട്ടുണ്ടായിരുന്നു, എപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നെ വലിയൊരു മുട്ട പൊരിച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു മുട്ട പൊരിച്ച് വെച്ച് കൊടുത്തു. പിന്നെ വെണ്ടക്ക ഉപ്പേരി ആയിരുന്നു കേട്ടോ. വെണ്ടക്ക ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കറികളൊന്നും ഇല്ല, മീനും ചിക്കനൊന്നും ഇല്ല കേട്ടോ. മീനുണ്ട് ഇവിടെ, പക്ഷെ അതൊന്നും ക്ലീൻ ചെയ്തിട്ടും അതിൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവർക്ക് രാവിലെ പോകണ്ടേ, അപ്പോൾ ഇതിനൊന്നും ആവില്ല. അപ്പോൾ അങ്ങനെ ചോറ് കുറച്ച് കറികളൊക്കെ ആയിട്ട് പൊതിച്ചോറ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് കയ്പ്പക്ക വറുത്തരച്ച് കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞു, കയ്പ്പക്കറി അത്ര ഇഷ്ടമല്ല. അപ്പോൾ കറി വേറെ ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടോ, ഇതന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഇല ഞാൻ വാട്ടുമ്പോൾ ഒന്ന് കീറിപ്പോയിട്ടാ. എന്നിട്ട് വേറൊരു കഷ്ണമൊക്കെ എടുത്ത് നല്ല മെനക്കടിയാണ്. അതൊക്കെ വെച്ച് ഒരുവിധം തന്നെ കാശ് നന്നായിട്ട് പൊതിയാനൊന്നും അറിയില്ല കേട്ടോ. ഒരുവിധം എന്നൊക്കെ തട്ടിക്കൂട്ടി പൊതിഞ്ഞെടുത്തിട്ട് ഇനി ഒരു കടലാസിലും കൂടി പൊതിഞ്ഞ് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുത്ത് വിട്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. സ്നാക്സിന് പിന്നെ പേരയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ അന്നത്തെ ലഞ്ച്.